അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലിസാനുൽ ഖുർആനിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ഇവിടെ പറയുന്നത്. നാളെ നമ്മുടെ പരീക്ഷ ലിസാനുൽ ഖുർആൻ ആണല്ലോ. നേരത്തെ നമ്മൾ ലിസാനുൽ ഖുർആനിന്റെ 1 മുതൽ 7 വരെയുള്ള പാഠങ്ങളുടെ വിശദമായ റിവിഷൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ നിർബന്ധമായും അത് കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നൂസുലുബിൽ മുനാസിബി, ഈ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്തെഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് ഡാഷ് മിൻകും ഉമ്മത്തുൻ വൽ തകും മിൻകും ഉമ്മത്തുൻ. അടുത്തത് ഡാഷ് അഖാക ഉൻസുർ അഖാക. മൂന്നാമത്തത് ഡാഷ് അൽ ഹഖ വ ഇൻ കാന മുറ ഖുലിൽ ഹഖ വ ഇൻ കാന മുറ. ഡാഷ് ഹുമാ ദാഹിബാനി അൽ വലദാനി ഹുമാ ദാഹിബാനി. അടുത്തത് ഡാഷ് അൽ കിത്തു ഫഅറൻ ഖതലൽ കിത്തു, പൂച്ച കൊന്നു ഫഅറൻ എലിയെ. ഇനി ഡാഷ് അൽ ജന്നത ഖാതിഉൻ ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. ഇനി അടുത്തത് സർഫാക്കാനാണ്. ലാ യക്തുബു ലാ യക്തുബാനി ലാ യക്തുബൂന, ലാ തക്തുബു ലാ തക്തുബാനി ലാ യക്തുബന. അപ്പൊ അത് ആ രൂപത്തിൽ നമ്മളിവിടെ എഴുതണം. ലാ യക്തുബു ഇവിടെ ഉണ്ട്, ലാ യക്തുബാനി ലാ യക്തുബൂന, ലാ തക്തുബു ഉണ്ട്, ലാ തക്തുബാനി. അടുത്തത് ഉൻസുർ. നമ്മൾ അമ്ര പഠിച്ച സമയത്ത് ലാസ്റ്റ് പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ, ഇക്ര എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണ് ഉൻസുർ, ഉൻസുറ, ഉൻസുറു, ഉൻസുരി, ഉൻസുറ, ഉൻസുർന. അപ്പൊ സർഫാക്കി വിദ്യാർത്ഥികൾ പഠിക്കണം. ഇനി അടുത്തത് ലിയജ്ലിസ്. നമ്മൾ അമ്ര ഗായിബ് പഠിച്ച ലാസ്റ്റ് പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ലിയജ്ലിസ്, ലിയജ്ലിസ, ലിയജ്ലിസു, ലിതജ്ലിസ്, ലിതജ്ലിസ, ലിതജ്ലിസ്ന. ആ രൂപത്തിലാണ് ലിയജ്ലിസ്ന എന്നാണ് ഇവിടെ വേണ്ടത്. മാറിപ്പോയതായിരിക്കും. ഇനി അടുത്തത് ബിർ. ബിർ എന്നുള്ളത് എന്താ സർഫാക്കേണ്ടത്? ബിർ, ബിഅ, ബിഉ, ബിഇ, ബിഅ, ബിഅന. ആ രൂപത്തിലാണ് ഇവിടെ സർഫാക്കേണ്ടത്. ഇനി അടുത്തത് നുമയ്യിസ്. ഇവിടെ ഇസ്മിയായ ജുംലയും ഫേലിയായ ജുംലയും വേർതിരിക്കാനാണ്. നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ ഇസ്മ കൊണ്ട് തുടങ്ങുന്ന, പേരുകൾ കൊണ്ട് തുടങ്ങുന്ന ജുംലക്ക് ഇസ്മിയായ ജുംല എന്ന് പറയും. ഫീല് കൊണ്ട്, പ്രവർത്തനങ്ങൾ, ആ ഫീല് കൊണ്ട് തുടങ്ങുന്ന ജുംലക്ക് എന്ന് പറയും ഫേലിയായ ജുംല എന്നും പറയും. അപ്പൊ അവിടെ അത്തരീഖു വാസിഊൻ, അത്തരീഖു വാസിഊൻ, തരീഖ് എന്ന് പറഞ്ഞാൽ വഴി, അതൊരു പേരല്ലേ. അപ്പൊ ഇസ്മിയായ ജുംലയാണ്. ഞാൻ ഇസ്മിയായ ജുംലക്ക് 1 നമ്പർ ഇടാം. ഇനി അർസലല്ലാഹു മൂസ അലൈഹിസ്സലാം, അർസല അയച്ചു അല്ലെ, മൂസാ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല അയച്ചു. അപ്പൊ അയച്ചു എന്നുള്ളത് എന്താണ്? ഒരു ഫെയിലാണ്. അപ്പൊ ഫെയിലിയായ ജുംലയാണ്. അൽ കഅബത്തു ഫിൽ മക്ക, കഅബ എവിടെയാണ്? മക്കയിലാണ്. അപ്പൊ കഅബ എന്താണ്? ഒരു ഇസ്മാണ്. റഅൽ വലദു, കുട്ടി കണ്ടു, കണ്ടു എന്നുള്ളത് എന്താണ്? ഒരു ഫെയിലാണ്. ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടേക്ക് മാറ്റി എഴുതണം. ഇനി അടുത്തത് ലിയർഹംന, ഇഫ്തഹ്, ഖുൽ, ഖുൽന, ഖുലുൻ. അതുപോലെ ലിയക്തുബ്, ഇത് ഖുൽന എന്നാണ് കേട്ടോ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? അമ്ര ഹാദിറും അമ്ര ഗായിബും എഴുതാൻ വേണ്ടത്. നമ്മൾ സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കാനുള്ളത് അമ്ര ഗായിബ്, അമ്ര ഗായിബ് അത് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിൾ ആണ്. അമ്ര ഗായിബ് എങ്ങനെയാണ്? ലി തുടക്കത്തിൽ വരുന്നതായിരിക്കും അമ്ര ഗായിബ്. ആ രൂപത്തിൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അപ്പൊ ലിയർഹംന, ലിയക്തുബ്, അത് രണ്ടും എന്താണ്? അമ്ര ഗായിബാണ്. അതുപോലെ ഇഫ്തഹ്, ഖുൽ എന്നുള്ളത് എന്താണ്? അമ്ര ഹാദിറാണ്. ആ രൂപത്തിൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് നുതമ്മിം, പൂർത്തിയാക്കാനാണ്. ഒന്നാമത്തത് ഇദാ ദുകിറൽ ഫാഇലു മഅൽ ഫിഅലി കാനൽ ഫിഅലു, ഫീലിന്റെ കൂടെ ഫായിലിനെ പറയപ്പെട്ടാൽ അതിനെന്ത് പറയും? മഅറൂഫായ ഫീൽ എന്ന് പറയും. അൽ ജുംലത്തുല്ലതി തബ്ദഉ ബിസ്മിൻ, ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുംലക്ക് എന്ത് പറയും? ഇസ്മിയായ ജുംല എന്ന് പറയും. അൽ അംറു നൗആനി, അൽ അംറു നൗആനി, അംറുകൾ 2 വിധമുണ്ട്. ഏതൊക്കെയാണ്? അംറു ഹാദിർ, അംറു ഗായിബ്. അൽ അംറുൽ ഹാദിർ ഫിഅലുൻ യദുല്ലു, അംറു ഹാദിർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിഅലുൻ, അതൊരു ഫീലാണ്. യദുല്ലു അലാ തലബി അംറിൻ മിൻ മുഖാതബിൻ, മുമ്പിലുള്ള ഒരാളോടുള്ള ഒരു തേട്ടത്തെയാണ് എന്ത് ചെയ്യുന്നത്? അംറു ഹാദിർ എന്ന് പറയുന്നത്. അദാത്തുൻ നഫി ഫിൽ മാദി ഹർഫു മാ, മാദിയായ ഫീലിലുള്ള നെഗറ്റീവിന്റെ സിമ്പൽ ഏതാണ്? മാ എന്നുള്ളതാണ്. ഇനി ഇവിടെ നമ്മൾ ഈ മാദിയായ ഫീലുകൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ മുദാരി എഴുതുകയാണ് വേണ്ടത്. അപ്പോ മാ ഹദർതു, മാ ഹദർതു എന്നുള്ളതിന്റെ മുദാരിയായ ഫീൽ എങ്ങനെ വരിക? നമ്മൾ ലാ യഹ്ദുറു എന്നുള്ളത് എന്ത് ചെയ്യണം? സർഫാക്കണം. അപ്പൊ അവസാനം നമുക്ക് എന്ത് കിട്ടും? ലാ അക്തുബു എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ലാ അക്തുബു എന്ന് എഴുതി കൊടുക്കണം. ഖീല, ഖീല പറയപ്പെട്ടു. അപ്പൊ യുഖാലു പറയപ്പെടുന്നു. ലറബ അടിച്ചു, ലുരിബ അടിക്കപ്പെട്ടു. അടുത്തത് മാ ജാഅ വന്നിട്ടില്ല. അപ്പൊ അതിന്റെ എന്താ വരിക? ലാ യജീഉ, വരുന്നില്ല എന്നുള്ള അർത്ഥം കിട്ടും. ഇനി ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. അത്തിഫ്ലാനി ഹുമാ ലാഇബാനി, അത്തിഫ്ലാനി 2 കുട്ടികൾ, ഹുമാ അവർ, ലായിബാനി കളിക്കുന്നവരാണ്, 2 കുട്ടികൾ കളിക്കുന്നു എന്ന് എഴുതിയാലും മതി.
ഇനി അടുത്തത് നുഅരിബ്, ഇവിടെ അറബിയാക്കാനാണ്. എല്ലാ കുട്ടികളും അവരുടെ പാഠം വായിക്കട്ടെ. എന്താണ് നമ്മൾ അവസാനത്തെ പാഠത്തിൽ പറഞ്ഞല്ലോ, ലിയദുറുസ് കുല്ലു താലിബിൻ ദുറൂസഹു അല്ലെങ്കിൽ ദർസഹു, എല്ലാ വിദ്യാർത്ഥികളും എല്ലാ കുട്ടികളും അവരുടെ പാഠം പഠിക്കട്ടെ, പാഠം എന്നേ ഉള്ളൂ. അപ്പോൾ ലിയദുറുസ് കുല്ലു താലിബിൻ ദർസഹു ആ രൂപത്തിലാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് ലിസാനുൽ ഖുർആനിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ എഴുതുക. അല്ലാഹു തആല എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.